ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി ഓയിൽ തീർന്ന് ഓടി എൻജിൻ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് വന്നിട്ട് നമ്മളത് വർക്കിന് വേണ്ടിയിട്ട് അയച്ചതാണ് കേട്ടോ. അതായത് ഓയിൽ ലെവലൊന്നും ഉണ്ടായില്ല, വണ്ടിക്ക് നല്ല പുകയായിരുന്നു. അപ്പോൾ അത് പ്രകാരം നമ്മൾ നോക്കുമ്പോൾ എൻജിൻ്റെ സൗണ്ട് വേരിയേഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ എൻജിൻ ഫുള്ളായിട്ട് അയച്ച് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. എൻജിൻ ഫുള്ളായിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് വണ്ടി ഉപയോഗിക്കാണ്ടിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഗിയർ വീലുകൾ കാര്യങ്ങളൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ എൻജിൻ അയച്ചിട്ടുള്ള കണ്ടീഷൻ കേട്ടോ. അത്യാവശ്യം ഈ ഓയിൽ ചേഞ്ചൊക്കെ കറക്റ്റായിട്ട് സമയങ്ങളിൽ ചെയ്യാത്തത് കൊണ്ട് വന്നേക്കുന്ന മിസ്റ്റേക്കുകളാണത്. കാരണം ഈ ഓയിലൊക്കെ ഉണ്ടാവും ശരിക്കും ചെളി പോലെ അതിനകത്തേക്ക് ആയി, ചെളി പോലെ ആയിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്കൊന്ന് വടിച്ചെടുക്കാവുന്നൊരു കണ്ടീഷനിലാണ് അതിൻ്റെ. തന്നെയല്ല, നമുക്ക് ഈ ഓയിലില്ലാതെ വണ്ടി കുറേ ഓടിയിട്ടുണ്ട്. ഓയിലില്ലാതെ കൊണ്ട് വണ്ടി അങ്ങനെ തന്നെ കയറ്റി വെച്ചിട്ടുണ്ട്, ഉപയോഗിക്കാണ്ട് വെച്ചിട്ട് വന്നേക്കണതാണ് ഗിയർ വീലുകളിലൊക്കെ വന്നേക്കുന്ന ഡാമേജ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് മെയിനായിട്ട് അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആണ്. അതിൻ്റെ ഇവിടെ ഇത് കണക്റ്റിംഗ് റോഡാണ്. അതിൻ്റെ ആ ഭാഗം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിൽ ഷെയ്ക്കാണ് അതിനകത്ത്. അപ്പോൾ നമുക്ക് ക്രാങ്ക് ഫുൾ അസംബ്ലി ആയിട്ട് മാറ്റണമെന്നില്ല. നമുക്ക് ഈ ക്രാങ്ക് കൊടുത്താൽ കണക്റ്റിംഗ് റോഡും സൈഡ് ബെയറിങ്ങും ക്ലിയറായിട്ട് സെറ്റ് ചെയ്ത് ഓൾറെഡി വാറണ്ടിയിൽ തന്നെ നമുക്ക് ചെയ്ത് കിട്ടും. 1 വർഷം വാറണ്ടിയിൽ നമുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ ക്രാങ്ക് അസംബ്ലി ഫുള്ളായിട്ട് മാറണമെന്നില്ല. ഏകദേശം ക്രാങ്ക് മാറ്റി വരുമ്പോൾ 3900 രൂപ 4000 രൂപയ്ക്ക് അടുത്ത് ഇതിന് മാത്രം വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി കാശിലേക്ക് നമുക്കത് ഗ്യാരണ്ടിയിൽ തന്നെ ചെയ്ത് കിട്ടും. പിന്നെ അതേപോലെ തന്നെ വന്നേക്കുന്ന വേറെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ സിലിണ്ടർ എന്ന് പറയുമ്പോഴത്തേക്കും സിലിണ്ടറിൻ്റെ ശരിക്കും അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ സിലിണ്ടർ പിസ്റ്റൺ വർക്ക് ചെയ്യുന്ന ഭാഗമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി ഉപയോഗിക്കാണ്ടിരുന്നിട്ടും വന്ന മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഓയിലില്ലാതെയും വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സിലിണ്ടർ പിസ്റ്റൺ വർക്ക് ചെയ്യണ ബോർ ഭാഗമാണ് അത് കാണുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ച് കാര്യങ്ങളുണ്ട്. ഇതാണ് അതിൻ്റെ പിസ്റ്റൺ അസംബ്ലി. പിസ്റ്റണിൻ്റെ ഭാഗം നോക്കുമ്പോൾ ഈ സൈഡൊക്കെ നോക്കുമ്പോൾ അറിയാം പിസ്റ്റൺ സിലിണ്ടറിനകത്ത് പിടിച്ചോടിയേക്കണമാണ്. അപ്പോൾ നിലവിൽ പിസ്റ്റൺ നമുക്ക് എന്തെങ്കിലും സിലിണ്ടറും പിസ്റ്റണും കിറ്റേപ്പാടി നമുക്ക് മാറ്റിയിടണം, പുതിയതിടണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വാൽവ് ഹെഡിൻ്റെ ഭാഗമാണ്. ഹെഡ് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഓയിൽ കയറി കത്തണത് കൊണ്ടൊക്കെ തന്നെ കാർബൺ കൂടുതലാണ്. ഈ എക്സോസ്റ്റ് വാൽവിൻ്റെ ഗൈഡിന് ചെറിയ പ്ലേ ഉണ്ട്. എക്സോസ്റ്റ് വാൽവും മാറ്റി വാൽവ് സീറ്റ് ചെയ്ത് വാൽവ് ഗൈഡും ചേഞ്ച് ചെയ്ത് കൊടുക്കും. വാൽവിൻ്റെയൊക്കെ അവസ്ഥ ഇതാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ വാൽവ് വരാം. എക്സോസ്റ്റ് വാൽവിൻ്റെയൊക്കെ ശരിക്കും സ്റ്റെപ്പ് സാധാരണ രീതിയിൽ എക്സോസ്റ്റ് വാൽവാണ് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാറുള്ളത്. അതിന് ഓവർ ഹീറ്റിംഗ് വന്ന പോർഷനാണ്. തന്നെയല്ല നമുക്ക് അതിൻ്റെ അകത്ത് സീറ്റിങ്ങിൽ പെട്ടെന്ന് ഡാമേജ് വരാറുണ്ട്. അതേപോലെ നമുക്ക് ഈ വാൽവ് നമ്മൾ മാറ്റണം. അതേപോലെ തന്നെ വാൽവിൻ്റെ ഹെഡിൻ്റെ വാൽവ് കയറി പോണ ഗൈഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വേണം വാൽവ് സീറ്റ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ അതിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിൽ വന്ന ചെയിന് അതൊക്കെ നമ്മൾ എന്തെങ്കിലും അയച്ചു സ്വാഭാവികമായിട്ടും മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ. ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ വന്ന ഈ ബെയറിങ്ങുകൾ, ഗിയർ ബോക്സ് ഈ എഞ്ചിൻ കേസും വന്ന ബെയറിങ്ങുകൾ 4 അതിൻ്റെ ബെയറിങ് മാറ്റും. ക്ലച്ചിൽ വന്ന ഒരു ബെയറിങ് ഉണ്ട്, 6200 ഒരു ബെയറിങ്, ആ നമ്പർ വന്ന ബെയറിങ്. അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. പിന്നെ വണ്ടി ഉപയോഗിക്കാണ്ട് വെച്ചത് കൊണ്ട് വന്ന മിസ്റ്റേക്കുകൾ ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ജസ്റ്റ് മെയിനായിട്ടുണ്ടായ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഗിയർ വീലുകളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഭാഗങ്ങളൊക്കെ തുരുമ്പിട്ടേക്കണ അവസ്ഥയിലാണ് ഈ കാണുന്നത് കേട്ടോ. അതെല്ലാം തുരുമ്പാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഓടിച്ചു നോക്കണ സമയത്ത് നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ മേജറായിട്ടുള്ളൊരു മൂളിച്ച് സൗണ്ട് കിട്ടിയില്ല. കൂടി നമുക്ക് അനുഭവപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ഗിയർ പ്രൈമറി വീലിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ ഒരു മൂളിച്ചാണ് കാണിച്ചത്. പക്ഷേ നമുക്ക് അതിൻ്റെ അഴിച്ചിട്ട് അതിൻ്റെ വീലുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്തുള്ളത് ഈ വീലിൻ്റെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ തേമാനം കണ്ടത്. ഈ വീലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തേമാനങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗിയർ വീലുകളെല്ലാം തന്നെ ഡാമേജാണ്. ഈ ഷാഫ്റ്റുകൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ബാക്കിയതെല്ലാം ഓൾറെഡി കംപ്ലയിൻ്റ് ആയ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ നിൽക്കുക. അതേപോലെ തന്നെയാണ് ഈ ഗിയർ പ്രൈമറി വീല്. ഇത് ശരിക്കും നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളതിൻ്റെ ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മളത് മാറ്റിയിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ആ വീഡിയോയിൽ കൃത്യമായിട്ടുണ്ട് തുരുമ്പിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അതിനകത്ത് കാണുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അതിനകത്ത്. പിന്നെ അതേപോലെ തന്നെ ഗിയർ പ്രൈമറി വീൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണ്ട, ഇതൊക്കെ ഫുള്ള് തുരുമ്പായിട്ട് ശരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഭാഗങ്ങളിലൊക്കെ തുരുമ്പ് വന്നിട്ട് അത്രയും ഭാഗം ആ കറക്റ്റ് സീറ്റിങ്ങിൽ നിന്ന് പോകും. അതാണ് സംഭവിക്കുക. അപ്പോൾ അവിടെ സൗണ്ട് നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഒരു മൂളിച്ച സൗണ്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. നമുക്കൊരു കംഫർട്ടായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റില്ല. അതാണ് സംഭവം മെയിനായിട്ട് വന്നേക്കണ കംപ്ലൈൻറ്റുകൾ കേട്ടോ. സാധാരണ ബാക്കിയത്തെ ക്രാങ്ക്, സിലിണ്ടർ, അതേപോലെ തന്നെ ടൈമിങ് ചെയ്യാൻ ക്ലച്ച് ഡിസ്ക് സാധനങ്ങളൊക്കെയാണ് സാധാരണ എഞ്ചിൻ വർക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യുമ്പോൾ മാറ്റേണ്ടതായിട്ട് വരാറുള്ളൂ. ഇത് നേരെ മറിച്ച് പറഞ്ഞ് ഇതിൻ്റെ വീലുകൾ, ഗിയർ വീലുകൾ അടക്കം കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് ഗിയർ വീലുകൾ, അതേപോലെ തന്നെ ക്ലച്ച് ഔട്ടർ, അതിൻ്റെ ഈ ഗിയർ പ്രൈമറി വീല് ഇതൊക്കെ ഡാമേജാണ്. അപ്പോൾ ശരിക്കും അതൊക്കെ മാറ്റി ചെയ്താൽ തന്നെയാണ് വണ്ടി വൃത്തിയാവുള്ളൂ, ചെയ്യുന്ന വർക്ക് നീറ്റാവുള്ളൂ. അതല്ലെങ്കിൽ വണ്ടി ഓടുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വണ്ടി ഓടും, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല.
പക്ഷേ വണ്ടി ഗിയർ ഓരോ ഗിയറൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, അതായത് ഈ തേയ്മാനമുള്ള ഗിയറുകളൊക്കെ വരുന്ന സമയത്ത് വണ്ടിക്ക് നല്ല ഒരു ശബ്ദ വ്യത്യാസമായിരിക്കും, ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവില്ല, മൂളിച്ച് സൗണ്ടായിരിക്കും. അത് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷേ ലാസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു നമുക്കൊരു ഫാൾട്ടായിട്ട് തോന്നും. അപ്പോൾ എന്തായാലും ജസ്റ്റ് വീഡിയോ ഒന്ന് കാണാം, അതിന് ശേഷം വന്ന് നോക്കിയിട്ട് ഇടയ്ക്ക് നമുക്കൊന്ന് കണ്ടതിന് ശേഷം നമുക്കത് ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരും, എങ്ങനെ ചെയ്യേണ്ടതെന്നത് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് നമുക്കൊന്ന് റെഡിയാക്കാം. എത്ര കോസ്റ്റ് വരും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ടൊരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതും പ്രകാരം വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ എപ്പോഴെങ്കിലും ഫ്രീ കിട്ടുന്ന സമയത്ത് ഒന്ന് വരാം. നമുക്ക് കംപ്ലൈൻറ്റുകൾ ഇതൊക്കെയാണ്, ഇത് കണ്ടിട്ട് അത് ഏതൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ്. അപ്പോൾ ഗിയർ വീലുകളുടെ കേസ് മാത്രമാണ്, ഗിയർ വീലും ഈ പ്രൈമറി വീലുമാണ് നമുക്ക് അങ്ങനൊരു കൺഫ്യൂഷൻ വന്ന കേസുള്ളൂ. കാരണം അത് വരുമ്പോഴത്തേക്ക് നല്ല വിലയും വരും. അതുകൊണ്ടാണ് പ്രത്യേകം നമുക്കൊരു പെർമിഷൻ കിട്ടാതെ കൊണ്ട് നമുക്ക് ചെയ്യാനും പറ്റും. ബാക്കിയത് ഈ പറഞ്ഞ രീതിയുടെ ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ, അതേപോലെ തന്നെ ടൈമിങ് ചെയിൻ, ക്യാം ചെയിൻ കിറ്റ്, അതൊക്കെ എന്തെങ്കിലും നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. അതൊക്കെ ഓൾറെഡി നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ തന്നെയാണ് നമുക്ക് റെഡി ആവുള്ളൂ. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ഗിയർ വീലുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെ ഒരു നമ്മുടേതായിട്ടുള്ള അഭിപ്രായത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം അത് പെർമിഷൻ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ആ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ വാട്സാപ്പിനകത്തേക്ക് അയച്ചു തരാം. അതൊന്ന് കാണാം, കണ്ടതിന് ശേഷം അത് എങ്ങനെയാണെന്ന് നോക്കാം. നേരിട്ട് വരാൻ പറ്റുമെങ്കിൽ വരാം, വന്നതിന് ശേഷം അപ്രൂവൽ തരാം. ഇനി അതല്ലെങ്കിൽ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഓൾറെഡി നമുക്ക് പറഞ്ഞ് വാട്സാപ്പിൽ തന്നെ റിപ്ലൈ ഇട്ടാലും മതി. അനുസരിച്ചിട്ട് റിപ്ലൈ ഇട്ടാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് വർക്ക് മൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയണം, എന്നാലാണ് നമുക്ക് അതനുസരിച്ച് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ.